أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. രാത്രി ഉണ്ടായ ശക്തമായ കൊടുങ്കാറ്റിനെ തുടർന്ന് കാഫിരീങ്ങൾ യുദ്ധമൈതാനത്ത് നിന്ന് ഒഴിഞ്ഞുപോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. കാഫിരീങ്ങൾ മൈതാനം ഒഴിവാക്കിയതിന് ശേഷമുള്ള വിവരണം ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ശത്രു സൈന്യങ്ങളെ തിരിച്ചോടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് മേലിൽ നമ്മൾ ഖുറൈശികൾക്കെതിരെ പോകുമെങ്കിലും അവർക്ക് നമുക്കെതിരെ പുറപ്പെടാൻ ധൈര്യമുണ്ടാകുന്നതല്ല. ഇതിനുശേഷം സംഭവിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഖുറൈശികൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടായില്ല. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ മക്ക വിജയവും സംഭവിച്ചു. ഏതായിരുന്നാലും പ്രഭാതമായപ്പോൾ കിടങ്ങിന്റെ മറുവശത്ത് ശത്രുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പിന്തിരിഞ്ഞോടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കെല്ലാം തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നതിന് അനുമതി നൽകി. എല്ലാവരും സന്തോഷപൂർവ്വം വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. പറയുന്നു, 15 ദിവസം കിടങ്ങ് ഉപരോധിക്കപ്പെട്ടു. ഒരു നിവേദനമനുസരിച്ച് ഈ ഉപരോധം 20 ദിവസം വരെ നീണ്ടുനിന്നു. ഏറെക്കുറെ 1 മാസം വരെ ഉപരോധമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഖന്തക്ക് യുദ്ധത്തിൽ 9 പേർ ഷഹീദാക്കപ്പെട്ടു. സഅദ് ബിൻ മുആദിന് യുദ്ധത്തിൽ പരിക്കേറ്റിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വഫാത്താവുകയും ചെയ്തു. അനസ് ബിൻ ഉവൈസ്, അബ്ദുല്ല ബിൻ സഹൽ, തുഫൈൽ ബിൻ നോമാൻ, സാലബ് ബിൻ അൻഅമ ബിൻ അദിയെ, കഅബ് ബിൻ സെയ്ദ്, ഖൈസ് ബിൻ സെയ്ദ് ബിൻ ആമിർ, അബ്ദുല്ല ബിൻ അബി ഖാലിദ്, അബൂ സനാൻ ബിൻ സൈഫി ബിൻ സ്വഖർ എന്നിവരാണ് മറ്റുള്ളവർ. വേറെ 2 സഹാബാക്കളും നേരത്തെ ഷഹീദായിരുന്നു. അവരെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അവർ അബൂ സുഫിയാന്റെ സൈന്യത്തെക്കുറിച്ച് അറിയാൻ പോയവരായിരുന്നു. അവിടെ ഷഹീദാക്കപ്പെട്ടു. ഇങ്ങനെ 11 പേരാണ് ഷഹീദായത്. ആ 2 പേർ സ്വലീത്ത്, സുഫിയാൻ ബിൻ അസ്ലമ എന്നിവരാകുന്നു. 3 മുശ്രിക്കീങ്ങൾ കൊല്ലപ്പെട്ടു. അംർ ബിൻ അബ്ദുവുദ്, നൗഫൽ ബിൻ അബ്ദുല്ല ബിൻ മുഗീറ, ഉസ്മാൻ ബിൻ മംബ. ഖന്തക്ക് ദിവസം കാഫിരീങ്ങൾ ശക്തമായി ആക്രമിച്ചപ്പോൾ മുസ്ലിങ്ങളും അമ്പിന് അമ്പുകൊണ്ട് തന്നെ മറുപടി നൽകി. ഒരമ്പ് ഇയാൾക്ക് മേൽ തറച്ച് പരിക്കേൽക്കുകയും മക്കയിലെത്തി മരിക്കുകയും ചെയ്തു. നമ്മൾ ചരിത്രത്തിൽ അഹ്സാബ് യുദ്ധം അത്ഭുത ദൃഷ്ടാന്തമായി പര്യവസാനിച്ചത് കാണുകയുണ്ടായി. ഇതേക്കുറിച്ച് ഹസ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഏറെക്കുറെ 20 ദിവസത്തെ പ്രതിരോധത്തിനു ശേഷം കാഫിരീങ്ങളുടെ സൈന്യം മദീനയിൽ നിന്ന് പരാജിതരായി തിരിച്ചുപോയി. അവരുടെ സഹായത്തിനു വേണ്ടി എത്തിയിരുന്ന ബനു ഖുറൈസ ഗോത്രവും തങ്ങളുടെ കോട്ടകളിലേക്ക് തിരിച്ചെത്തി. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ജീവനഷ്ടമൊന്നും ഉണ്ടായില്ല. അതായത് 5-6 ആളുകൾ മാത്രമാണ് ഷഹീദായത്. പക്ഷേ ഔസ് ഗോത്രത്തിന്റെ വലിയ നേതാവായ സഅദ് ബിൻ മുആസിനെ കാര്യമായി പരിക്കേറ്റു. അവസാനം ഇതിൽ തന്നെ മരണമടയുകയും ചെയ്തു. ഈ നഷ്ടം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തൊരു നഷ്ടമായിരുന്നു.
കാഫ്രീങ്ങളുടെ സൈന്യത്തിൽ നിന്ന് 3 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഈ യുദ്ധത്തിൽ കാഫ്രീങ്ങൾക്ക് വലിയ ആഘാതമേറ്റു. അതിനുശേഷം പിന്നീട് ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ ഈ രീതിയിൽ സംഘടിതരായി പുറപ്പെടാനോ മദീനയ്ക്ക് മേൽ ആക്രമണം നടത്താനോ അവർക്ക് ധൈര്യമുണ്ടായില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലരുകയും ചെയ്തു. കാഫ്രീങ്ങളുടെ സൈന്യം പോയതിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. മുസ്ലിങ്ങൾ യുദ്ധമൈതാനത്ത് നിന്ന് മദീനയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഖന്തക് അഥവാ അഹ്സാബ് യുദ്ധം അവിചാരിതമായി അവസാനിച്ചു. അത് വളരെ ഭയാനകമായ യുദ്ധമായിരുന്നു. അതിനേക്കാൾ ഉപരി വലിയൊരു പ്രയാസവും അതുവരെ മുസ്ലിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ഈ ഭയാനകമായ ഭൂകമ്പം മുസ്ലിം സൗദത്തിന്റെ അടിത്തറ ഇളക്കി. അതിന്റെ ഭയാനകമായ അവസ്ഥകൾ കാണുമ്പോൾ മുസ്ലിങ്ങളുടെ കണ്ണുകൾ അന്ധാളിച്ചു പോയി. അവരുടെ കരളുകൾ വായിലേക്ക് എത്തി. ദുർബലരായ ആളുകൾ അത് തങ്ങളുടെ അവസാനമാണെന്ന് കരുതി. ഈ ഭയാനകമായ ഭൂകമ്പത്തിന്റെ ആഘാതം ഏറെക്കുറെ 1 മാസത്തോളം അവരിൽ ഉണ്ടായിരുന്നു. രക്തദാഹികൾ അവരുടെ വീടുകൾക്ക് ചുറ്റും ഉപരോധം തീർത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ കൈപ്പേറിയതാക്കി മാറ്റി. ഈ പ്രയാസത്തിന്റെ തിക്താനുഭവങ്ങൾ ബനു ഖുറൈസയുടെ വഞ്ചന കാരണം ഇരട്ടിയായി. ഈ എല്ലാ ഫിത്രകളുടെയും പിന്നിൽ ബനു നസീറിന്റെ നന്ദികെട്ട യഹൂദികളായിരുന്നു. അവർക്ക് മേൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം ചെയ്തുകൊണ്ട് മദീനയിൽ നിന്ന് സമാധാനത്തോടു കൂടി പുറത്തു പോകുന്നതിന് അനുമതി നൽകിയതായിരുന്നു. ഈ യഹൂദി നേതാക്കൾ ഇളക്കിവിട്ടത് കാരണമായിരുന്നു അറേബ്യൻ മരണാരണത്തിലെ എല്ലാ അറിയപ്പെടുന്ന ഗോത്രങ്ങളും ഇസ്ലാം വിരോധത്തിന്റെ ലഹരിയിൽ ഉന്മാദരായി മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി മദീനയിൽ ഒരുമിച്ചു കൂടിയത്. ആ സമയത്ത് ഈ മൃഗസമാനരായ ആളുകൾക്ക് പട്ടണത്തിനകത്തേക്ക് കയറാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു മുസ്ലിമും ജീവനോടെ ബാക്കിയാകുമായിരുന്നില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീയുടെയും ചാരിത്രം ഈ ആളുകളുടെ മലീമസമായ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതമാവുകയും ചെയ്യുമായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹവും അവന്റെ അദൃശ്യത്തിൽ നിന്നുള്ള കരങ്ങളും അക്രമകാരികളെ നിശ്ചേഷ്ടരാക്കി മടക്കി അയച്ചു. മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സമാധാനപൂർവം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ബനു ഖുറൈസയുടെ അപായം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ ഭയാനകമായ അവസ്ഥയിൽ തങ്ങളുടെ വഞ്ചന കാണിച്ചുകൊണ്ട് സമാധാനപൂർവ്വം തങ്ങളുടെ കോട്ടകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ അവരുടെ ഫിത്രകളുടെ വാതിലുകൾ അടയ്ക്കേണ്ടതും അനിവാര്യമായിരുന്നു. കാരണം മദീനയിൽ അവരുടെ സാന്നിധ്യം ഒരിക്കലും കയ്യിൽ ചുറ്റിയ പാമ്പിനേക്കാൾ കുറവായിരുന്നില്ല. അതായത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനേക്കാൾ കുറവായിരുന്നില്ല. മറുഭാഗത്ത് ബനു നസീറിന്റെ അനുഭവം മനസ്സിലാക്കി തരുന്നത് ഈ പാമ്പിനെ, അതായത് അവരെ അകത്ത് നിർത്തുന്നതും പുറത്തേക്ക് അയക്കുന്നതും ഒരുപോലെ അപകടകരമാണ് എന്നാണ്. ഏതായിരുന്നാലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടപടികൾ ഉണ്ടായി. ഇത് ബനു ഖുറൈസ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഹിജ്രി 5-ാം വർഷം ദുൽഖഅദ മാസം, അതായത് AD 627 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിലും ഇതേക്കുറിച്ച് പരാമർശമുണ്ട്. അള്ളാഹു പറയുന്നു,
അവൻ ഗ്രന്ഥാനുസാരികളിൽ നിന്ന് അവരെ സഹായിച്ചവരെ അവരുടെ കോട്ടകളിൽ നിന്നും ഇറക്കി വിടുകയും അവരുടെ ഹൃദയങ്ങളിൽ ഭയമിട്ട് കൊടുക്കുകയും ചെയ്തു. അവരിൽ ഒരു കൂട്ടരെ നിങ്ങൾ കൊല്ലുകയും ഒരു കൂട്ടരെ നിങ്ങൾ തടവുകാരാക്കുകയും ചെയ്യുകയായിരുന്നു. ബനു ഖുറൈസയെ സംബന്ധിച്ച ചുരുങ്ങിയ വിവരണം ഇപ്രകാരമാണ്. ബനു ഖുറൈസ ഒരു യഹൂദി ഗോത്രമാണ്. ഇവർ ഖുറൈസയുടെ മക്കളാകുന്നു. മദീനയ്ക്കടുത്ത് ഏതാനും മൈൽ ദൂരെ ഒരു ശക്തമായ കോട്ടയ്ക്കുള്ളിലാണ് വസിച്ചിരുന്നത്. പിന്നെ ഈ പേരിൽ തന്നെ അവരറിയപ്പെടാൻ തുടങ്ങി. ഖുറൈസയും നദീറും രണ്ടും സഹോദരന്മാരായിരുന്നു. അവർ ഹസ്രത്ത് ഹാറൂൻ നബിയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായിരുന്നു. ഒരാളുടെ മക്കൾ ബനു ഖുറൈസ എന്നും മറ്റേയാളുടെ മക്കൾ ബനു നസീർ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖന്തക് യുദ്ധത്തിന്റെ വിശദീകരണത്തിലും ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ ബനു ഖുറൈസ വാഗ്ദാന ലംഘനം നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഖുറൈശികളെ സഹായിച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്തിട്ടുണ്ടായിരുന്ന ഉടമ്പടികളെ അവർ ലംഘിച്ചു. യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബാക്കളും ആയുധങ്ങളെല്ലാം ഇറക്കി വെച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ആയിഷയുടെ വീട്ടിൽ പ്രവേശിച്ചു. വെള്ളം വരുത്തിക്കുകയും തന്റെ ശിരസ് കഴുകുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുകയുണ്ടായി, സുഗന്ധങ്ങൾ വരുത്തിച്ചു, ലോഹർ നമസ്കരിച്ചു. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഒരാൾ ഞങ്ങളോട് സലാം പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ വിളിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അവിടേക്ക് പോയി. ഞാൻ വാതിലിനിടയിലൂടെ അത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ദഹിയ കൽബിയാണ് കണ്ടത്. അദ്ദേഹം തന്റെ മുഖത്ത് നിന്ന് പൊടിപടലങ്ങൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. തലപ്പാവ് കെട്ടിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനമൃഗത്തിന്റെ കഴുത്തിൽ ചാഞ്ഞ് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് ആയുധങ്ങൾ അഴിച്ചിരിക്കുന്നു. അള്ളാഹുവാണേ, ഞങ്ങൾ ആയുധം അഴിച്ചു വെച്ചിട്ടില്ല. മറ്റൊരു നിവേദനത്തിലുള്ള വാക്കുകൾ ഇപ്രകാരമാണ്, അങ്ങ് ശത്രുക്കളെ നേരിട്ട സമയം മുതൽ മലക്കുകൾ ആയുധങ്ങൾ അഴിച്ചു വെച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ അഹ്സാബിനെ പിന്തുടർന്നുകൊണ്ട് തിരിച്ചു വരികയാണ്. അദ്ദേഹം പറഞ്ഞു, മലക്കുകൾ ആയുധങ്ങൾ അഴിച്ചു വെച്ചിട്ടില്ല. എത്രത്തോളം എന്നാൽ ഞങ്ങൾ ഹംറാവുൽ അസദ് വരെയും എത്തി. അള്ളാഹു അവരെ പരാജയപ്പെടുത്തി. ഇനി അങ്ങ് ഇവിടേക്ക് തിരിഞ്ഞാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടേക്ക്? അദ്ദേഹം പറഞ്ഞു, ആംഗ്യം കാണിച്ചുകൊണ്ട് ഇവിടേക്ക്, അതായത് ബനു ഖുറൈസയിലേക്ക് എന്ന് പറയുകയുണ്ടായി. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഞാൻ അകത്തേക്ക് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, ആരാണ് അങ്ങയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അദ്ദേഹത്തെ കണ്ടിരുന്നുവോ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അദ്ദേഹത്തെ ആരോട് സാദൃശ്യമുള്ള ആളായിട്ടാണ് കണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹദ്റത്ത് ദഹിയ കൽബിയോട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജിബ്രീൽ ആയിരുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നത് മലക്കുകൾ ആയുധം അഴിച്ചിട്ടില്ല എന്നാണ്. അത് ജിബ്രീൽ ആയിരുന്നു. എന്നോട് ബനു ഖുറൈസയിലേക്ക് പോകണമെന്ന് പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം ഇങ്ങനെ വിളംബരപ്പെടുത്തി, ബനു ഖുറൈസയിലേക്ക് പുറപ്പെടുക. അസർ നമസ്കാരം നമ്മൾ അവിടെ അനുഷ്ഠിക്കുന്നതാണ്. അങ്ങനെ വിളംബരം കേട്ടതും സഹാബാക്കൾ വളരെ വേഗം പുറപ്പെട്ടു. സഹാബാക്കളുടെ അനുസരണത്തിന്റെ അവസ്ഥ നോക്കുക. വഴിയിൽ അസർ നമസ്കാരത്തിന് സമയമായി. അതിന്റെ സമയം കഴിയുന്ന ഘട്ടം വരെ എത്തി. അപ്പോൾ ചില സഹാബാക്കൾ നമസ്കാര സമയം കഴിയുകയാണെന്ന് കണ്ടപ്പോൾ നമസ്കരിക്കാൻ ആഗ്രഹിക്കുകയും അവർ നമസ്കരിക്കുകയും ചെയ്തു. ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതഹുൽ ബാരിയിൽ പറയുന്നു, ചില സഹാബാക്കൾ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയിലെത്തി നമസ്കരിക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സമയം കഴിഞ്ഞാലും സാരമില്ല, ഞങ്ങൾ അവിടെ എത്തി നമസ്കരിക്കുന്നതാണ്. നിവേദനമനുസരിച്ച് ഇവർ അവിടെ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. ആ സമയത്ത് അവരവിടെ എത്തി അസർ നമസ്കരിച്ചു. രണ്ടു കൂട്ടരോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. അതായത് നമസ്കാര സമയം കഴിഞ്ഞു പോകുമെന്ന ആശങ്കയിൽ വഴിയിൽ തന്നെ നമസ്കരിച്ചവരോടും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ബനു ഖുറൈസയിലെത്തി നമസ്കരിച്ചവരോടും ഒന്നും തന്നെ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയെ വിളിച്ച് അദ്ദേഹത്തിന് സൈന്യത്തിന്റെ
ഇഖാബു എന്നു പേരുള്ള ശ്യാമള പതാക നൽകി. ഈ വിശദീകരണം സഹീഹ് ബുഖാരിയിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്രകാരമാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയെ ഒരു സംഘത്തോടൊപ്പം ഒരു മുന്നൊരുക്കുകാരായ സംഘം എന്ന നിലയിൽ പറഞ്ഞയച്ചു. പിന്നെ സ്വയം അവർക്ക് പിന്നിൽ പുറപ്പെട്ടു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇത് സംബന്ധിച്ച് എഴുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന് പട്ടണത്തിൽ പ്രവേശിക്കുകയും ആയുധങ്ങൾ ഇറക്കി വെച്ച് കുളിച്ച് പുറത്തു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൽ നിന്ന് കശ്ഫി അവസ്ഥയിൽ ഇങ്ങനെ പറയപ്പെട്ടു: ബനു ഖുറൈസയുടെ ചതിക്കും വഞ്ചനയ്ക്കും തീരുമാനമാകുന്നതുവരെയും താങ്കൾ ആയുധങ്ങൾ അഴിച്ചുമാറ്റാൻ പാടില്ലായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ ഒട്ടും താമസിയാതെ ബനു ഖുറൈസയിലേക്ക് പുറപ്പെടുക എന്ന നിർദ്ദേശം ലഭിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ഇങ്ങനെ പൊതുവിളംബരം നടത്തി: എല്ലാവരും ബനു ഖുറൈസയുടെ കോട്ടകളിലേക്ക് പുറപ്പെടുക. അസർ നമസ്കാരം അവിടെ എത്തി അനുഷ്ഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയെ ഏതാനും സഹാബാക്കളുടെ ഒരു സംഘത്തോടൊപ്പം വേഗം മുന്നിൽ പറഞ്ഞു വിടുകയുണ്ടായി. നേരത്തെ ഹസ്രത്ത് ആയിഷയെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഒരു കശ്ഫ് അഥവാ ജാഗ്രതാ ദർശനമാണെന്ന് പറഞ്ഞിരുന്നു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹസ്രത്ത് ആയിഷ ഈ ദൃശ്യം കണ്ടിരിക്കാമെന്നും ജാഗ്രതാ ദർശനാവസ്ഥയിൽ അങ്ങനെ സംഭവിക്കാമെന്നും എഴുതുന്നു. ബനു ഖുറൈസയിലേക്ക് പുറപ്പെട്ട സംഭവം ഇങ്ങനെ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹസ്രത്ത് ഉമ്മു മക്തൂമിനെ മേൽനോട്ടക്കാരനായി നിയമിച്ചു. ബനു ഖുറൈസയിലേക്ക് ബുധനാഴ്ച ദിവസമാണ് പുറപ്പെട്ടത്. ദുൽഖഅദ ഇനി 7 ദിവസമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങളും പടച്ചട്ടയും അണിഞ്ഞു. സ്വയം അണിയുകയും കയ്യിൽ അമ്പുകൾ എടുക്കുകയും ചെയ്തു. പരിച കഴുത്തിൽ തൂക്കിയിരുന്നു. തന്റെ കുതിരയായ നഹഫിലിന് പുറത്ത് യാത്ര പുറപ്പെട്ടു. മുസ്ലിങ്ങളുടെ പക്കൽ 36 കുതിരകൾ ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോടൊപ്പം പുറപ്പെട്ടു. ഇബ്നു സഅദ് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 3000 ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ മുഹാജിരിങ്ങളുടെയും അൻസാറുകളുടെയും ഒരു സംഘവുമായി ഹസ്രത്ത് അലി നേരത്തെ തന്നെ ബനു ഖുറൈസയിൽ എത്തിയിരുന്നു. ഹസ്രത്ത് അബൂ ഖത്താദ പറയുന്നു, ഞങ്ങൾ ബനു ഖുറൈസയുടെ അടുത്തെത്തി. ഹസ്രത്ത് അലി കോട്ടയ്ക്ക് താഴെ പതാക നാട്ടി. അവർ ഞങ്ങളെ കണ്ടപ്പോൾ യുദ്ധമാണെന്ന് അവർക്ക് ഉറപ്പായി. അവർ തങ്ങളുടെ കോട്ടകൾക്കുള്ളിൽ അടച്ചിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധർമ്മപത്നിമാരെയും തെറി വിളിച്ചു തുടങ്ങുകയും ചെയ്തു. ഹസ്രത്ത് അബൂ ഖത്താദ പറയുന്നു, ഞങ്ങൾ നിശബ്ദരായിരുന്നു, തെറി വിളിക്കുന്നതിന് മറുപടി കൊടുത്തില്ല. പറയുന്നു, ഇനി ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വാൾ തന്നെ തീരുമാനം കൽപ്പിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബനു ഖുറൈസ എത്തി. ബനു ഖുറൈസയുടെ താഴ്വരയിൽ അവരുടെ കോട്ടയ്ക്കടുത്ത് ബേറെ അൻഹുവിൽ തമ്പടിച്ചു. ബേറെ അൻഹു ബനു ഖുറൈസയുടെ ഒരു കിണറാണ്. ഇത് സംബന്ധിച്ച് സീറത്ത് ഖാത്തമുൻ നബിയിനിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹസ്രത്ത് അലി അവിടെ എത്തിയപ്പോൾ ഖന്തക് യുദ്ധത്തിന് ശേഷം ബനു നസീറിന്റെ നേതാവും എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാരനുമായ ഹുയ് ഇബ്നു അഖ്തബ് തന്റെ വിശ്വാസവഞ്ചനയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കരുണ യാചിക്കുന്നതിന് പകരം ബനു ഖുറൈസയിലെത്തി തുറന്ന രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറിവിളിക്കുകയും വളരെ ലജ്ജാവിഹീനമായും മോശമായും ധർമ്മപത്നിമാരെ കുറിച്ച് ദുർഭാഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹസ്രത്ത് അലിയും അദ്ദേഹത്തിന്റെ സംഘവും പുറപ്പെട്ടതിന് അല്പം ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിരപ്പുറത്താണ് സഞ്ചരിച്ചത്. സഹാബാക്കളുടെ ഒരു വലിയ സംഘം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈസയുടെ കോട്ടകൾക്ക് സമീപമെത്തിയപ്പോൾ ഹസ്രത്ത് അലി കുറച്ചു ദൂരം പിന്നിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ അഭിപ്രായത്തിൽ അങ്ങ് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തന്നെ ഇവിടെ മതിയായവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ബനു ഖുറൈസ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ദുർഭാഷണം നടത്തുന്നുണ്ടോ?
ഹസ്രത്ത് അലി തടയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്തെങ്കിലും തെറ്റായ വർത്തമാനം കേട്ടിരിക്കാമെന്ന് കരുതി. ഹസ്രത്ത് അലി പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നടക്കൂ. അതായത് മൂസാ നബിക്ക് ഇവരിൽ നിന്ന് ഇതിലും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് ഗമിച്ച് ബനു ഖുറൈസയുടെ ഒരു കിണറിനടുത്ത് തമ്പടിച്ചു. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയോട് പറഞ്ഞു, പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് എൻ്റെ മുന്നിൽ എന്നെക്കുറിച്ച് മോശമായി പറയാൻ പോലും ധൈര്യമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തോടെയും പ്രൗഢമായും മുന്നോട്ട് നീങ്ങി. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചും ഒരു പരാമർശമുണ്ട്. എല്ലാ സഹാബാക്കളും ഇശാ സമയമാകുമ്പോഴേക്കും തിരുനബിയുടെ അടുക്കൽ ഒത്തുകൂടി. ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ ഈന്തപ്പഴങ്ങളുടെ ഒരു ഒട്ടകത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി അയച്ചിരുന്നു. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈന്തപ്പഴവും എത്ര നല്ല ആഹാരമാണ്. മുസ്ലിങ്ങൾ ബനു ഖുറൈസയെ ഉപരോധിച്ചതിന്റെ കൂടുതൽ വിവരണങ്ങൾ ഇപ്രകാരമാണ്. അമ്പെയ്ത്തുകാരുടെ ഒരു സംഘത്തെ മുന്നിൽ നിർത്തി അവർ യഹൂദികളുടെ കോട്ടകൊത്തളങ്ങളെ വലയം ചെയ്തു. അവർക്ക് നേരെ അമ്പുകളും കല്ലുകളും വർഷിച്ചു തുടങ്ങി. അവരും, അതായത് യഹൂദികളും, തങ്ങളുടെ കോട്ടകളിലിരുന്ന് അമ്പെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായി. പിന്നെ കോട്ടകളുടെ സമീപത്തു തന്നെ രാത്രി കഴിച്ചുകൂട്ടി. മുസ്ലിങ്ങൾ യഹൂദികൾക്ക് നേരെ ഊഴമിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി അവർക്ക് നേരെ അമ്പെയ്യാൻ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ യഹൂദികൾക്ക് പരാജയം ഉറപ്പായി. അവർ മുസ്ലിങ്ങൾക്ക് നേരെ അമ്പെയ്യുന്നത് നിർത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി. അവർ നബാഷ് ബിൻ ഖൈസിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയച്ചു. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ബനു നസീർ ഇവിടെ നിന്ന് പോയതുപോലെ അവർക്കും ഇവിടെ നിന്നും പോകാൻ അനുമതി നൽകണം. താങ്കൾ ഞങ്ങളുടെ സമ്പത്തും ആയുധങ്ങളും എടുത്തുകൊള്ളുക. ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി പോകുന്നതാണ്. ഒരു ഒട്ടകത്തിന് വഹിക്കാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോവുകയുള്ളൂ. ഇതായിരുന്നു യഹൂദികളുടെ ആവശ്യം. ഒരു ഒട്ടകം വഹിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോവുകയുള്ളൂ. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. പിന്നെ നബാഷ് പറഞ്ഞു, ഞങ്ങളുടെ ഒട്ടകം വഹിക്കാവുന്ന സമ്പത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും നിരാകരിച്ചു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. എന്നാൽ അയാൾ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായില്ല. തന്റെ ജനതയിലേക്ക് തിരിച്ചുപോയി. തുടർന്ന് ബനു ഖുറൈസയുടെ മൂപ്പന്മാർ പരസ്പരം കൂടിയാലോചന നടത്തി. നബാഷ് തന്റെ സമൂഹത്തിലെത്തിയ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയിപ്പ് കൊടുത്തു. ഉപരോധം നീളുകയാണ്. ബനു ഖുറൈസയുടെ നേതാവ് കഅബ് ബിൻ അസദ് തന്റെ ജനതയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, നിങ്ങൾക്ക് മേൽ ഒരു പരീക്ഷണഘട്ടം വന്നിരിക്കുന്നു. നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ 3 കാര്യങ്ങൾ വയ്ക്കുന്നു. അതിൽ ഏത് വേണമെങ്കിലും സ്വീകരിച്ചു കൊള്ളുക. അവർ ചോദിച്ചു, എന്താണത്? കഅബ് ബിൻ അസദ് പറഞ്ഞു, നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാം. അദ്ദേഹത്തെ സത്യവാനാണെന്ന് അംഗീകരിക്കാം. കാരണം അല്ലാഹുവാണേ, നിങ്ങൾക്ക് യാഥാർത്ഥ്യമറിയാം, അദ്ദേഹം നബിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്ന അതേ വ്യക്തി തന്നെയാണ് അദ്ദേഹം. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തവും സമ്പത്തും സ്ത്രീകളും സുരക്ഷിതരായിരിക്കും. നിങ്ങൾക്കറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നു. നമ്മൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നതിൽ നിന്ന് നമ്മെ വിലക്കുന്ന ഒരേ ഒരു സംഗതി അദ്ദേഹം അറബിയാണ്, ബനി ഇസ്രായേലിൽ നിന്നല്ല എന്നത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ അള്ളാഹു തന്നെ അദ്ദേഹത്തെ നബിയാക്കിയിരിക്കുന്നു. ഇനി എന്തായാലും അദ്ദേഹം നബിയായിരിക്കുന്നു. അത് വളരെ വ്യക്തവുമാണ്. തുടർന്ന് പറഞ്ഞു, ഞാൻ ഉടമ്പടി ലംഘിക്കുന്നതും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായത് ഹുയ് ബിൻ അഖ്തബ് കാരണമാണ്. അയാൾ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കഅബ് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇബ്നു ജവാസ്? ഇയാൾ യഹൂദികളുടെ ഒരു ആദ്യകാല പണ്ഡിതനായിരുന്നു. അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതായത് ഇദ്ദേഹം പറഞ്ഞിരുന്നു, താൻ മദ്യത്തിന്റെയും സർക്കയുടെയും ഈന്തപ്പഴത്തിന്റെയും നാടും, അതായത് ബൈത്തുൽ ഖുദ്ദൂസിന്റെ മണ്ണും ഉപേക്ഷിക്കുകയും വെള്ളത്തിന്റെയും ഈന്തപ്പഴത്തിന്റെയും ബാർലിയുടെയും നാട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു.
ജനങ്ങൾ ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് ഒരു വിശുദ്ധ പ്രവാചകൻ വെളിപ്പെടുന്നതാണ്. ആ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആരും നിങ്ങളെ വഞ്ചനയിൽ ആക്കാതിരിക്കട്ടെ. അതായത് നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, നിരാകരിക്കരുത്. ഞാൻ 2 ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. ആദ്യം വന്നതിലും പിന്നീട് വന്നതിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയ ഗ്രന്ഥത്തിലും വിശ്വസിച്ചിരിക്കുന്നു. എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കുക. ഞാൻ അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തിയെന്നും അറിയിക്കണം. പിന്നെ കാബ് പറഞ്ഞു, വരൂ, നമുക്ക് അദ്ദേഹത്തെ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുണയ്ക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. ഇത് കേട്ടപ്പോൾ ബനു ഖുറൈസയിലെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ രാത്രി ചെയ്ത തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കുന്നതല്ല. മൂസയുടെ ഗ്രന്ഥമുണ്ട്, അതിനെ മറ്റൊരു ഗ്രന്ഥവുമായി ഞങ്ങൾ മാറ്റിമറിക്കുന്നതല്ല. അപ്പോൾ കാബ് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത കാര്യം കേട്ടുകൊള്ളുക. നമുക്ക് നമ്മുടെ കുട്ടികളെയും സ്ത്രീകളെയും കൊല ചെയ്യാം. പിന്നെ വാളുകളുമേന്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബാക്കൾക്ക് നേരെ യുദ്ധം ചെയ്യാം. നമുക്ക് പിന്നീട് ഒരു ഭാരവും ഉണ്ടാകുന്നതല്ല. അങ്ങനെ നമുക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇടയിൽ തീരുമാനമാകും. നമ്മൾ കൊല്ലപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിന്നിൽ നമ്മുടെ തലമുറകൾ ഉണ്ടാകുന്നതല്ല. അത് സംബന്ധിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ടതുമില്ല. ഇനി നമ്മൾ വിജയിക്കുകയാണെങ്കിൽ എന്റെ ആയുസ്സിനെ കൊണ്ട് സത്യം, നമുക്ക് മക്കളെയും ഭാര്യമാരെയും വേറെയും കിട്ടുന്നതാണ്. ജനങ്ങൾ പറഞ്ഞു, നമ്മൾ ഈ അഗതികളെ കൊല്ലുകയാണോ വേണ്ടത്? ഇവരില്ലെങ്കിൽ പിന്നീട് ജീവിതത്തിന് എന്താനന്ദമാണുള്ളത്? അപ്പോൾ കാബ് പറഞ്ഞു, നിങ്ങൾ ഞാൻ ഈ പറയുന്നത് അംഗീകരിക്കുന്നില്ലെങ്കിൽ മറ്റൊരു കാര്യം കേട്ടുകൊള്ളുക. ഇന്ന് ശനി, അതായത് സബത്തിന്റെ രാത്രിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിന്റെ സഹാബാക്കൾക്കും ഈ രാത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യത്തിൽ ഒരാശങ്കയും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ആക്രമിക്കുക. അങ്ങനെ നമുക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബാക്കളെയും ചതിക്കാൻ കഴിയുന്നതാണ്. അവർ ചോദിച്ചു, നമ്മൾ നമ്മുടെ സബത്തിനെ മോശമാക്കുകയാണോ വേണ്ടത്? നമുക്ക് മുമ്പുള്ളവർ ആരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണോ വേണ്ടത്? പിന്നെ അതിനെ ചവിട്ടി പതിച്ച ആളുകളുടെ അവസ്ഥ നിന്നിൽ നിന്നൊരിക്കലും ഗോപ്യമല്ലല്ലോ. അങ്ങനെ ആ 3 കാര്യങ്ങളും ആരും തന്നെ അംഗീകരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. കാബിന് ശേഷം മറ്റു യഹൂദിയായ അംർ ഇബ്നു സൗദ പറഞ്ഞു, അല്ലയോ യഹൂദ സമുദായമേ, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ചെയ്തതാണ്. നിങ്ങൾ ഈ വാഗ്ദത്തം ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഉണ്ടായിരുന്ന കരാർ നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ കരാറിലോ നിങ്ങളുടെ വഞ്ചനയിലോ ഉൾപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ദീനിൽ ചേരുന്നതിൽ താല്പര്യമില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ യഹൂദിയത്തിലെങ്കിലും ഉറച്ചു നിൽക്കൂ. അദ്ദേഹത്തെ നിരാകരിക്കുകയാണെങ്കിലും യഹൂദികളുടെ അധ്യാപനമുണ്ടല്ലോ, അതിൽ ഉറച്ചു നിൽക്കുകയും അവർക്ക് കപ്പം കൊടുക്കുകയും ചെയ്യുക. അള്ളാഹുവാണെ അവരത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞു, നമ്മൾ സ്വതന്ത്രരാകുന്നതിന് വേണ്ടി അറബികൾക്ക് കപ്പം കൊടുക്കുന്നതല്ല, നമുക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അതിലും ഭേദം കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അമ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് പിന്മാറുന്നു. അദ്ദേഹം അന്ന് രാത്രി തന്നെ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാവൽക്കാരുടെ അടുക്കലൂടെ കടന്നുപോയി. മുഹമ്മദ് ബിൻ അസ്ലമ അവിടെ മേൽനോട്ടക്കാരൻ ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണത്? ആഗതൻ പറഞ്ഞു, അമ്ര ബിൻ സൗദ. അദ്ദേഹം പറഞ്ഞു, കടന്നു പോവുക. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, എന്നെ നല്ലവരുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നതിനുള്ള നന്മയിൽ നിന്ന് അകറ്റരുതേ. അങ്ങനെ അദ്ദേഹത്തിനുള്ള വഴി കൊടുത്തു. അദ്ദേഹം വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലെത്തി. അവിടെ നേരം വെളുപ്പിച്ചു. രാവിലെ അവിടെ നിന്നും പോയി. എവിടേക്കാണ് പോയത് എന്നറിയില്ലായിരുന്നു. അദ്ദേഹത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പരാമർശിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ കൂറ് കാരണം അദ്ദേഹത്തിന് മോക്ഷം നൽകിയിരിക്കുന്നു. കാബിന്റെ വർത്തമാനം കേട്ട് വേറെ 3 പേരും അതേ രാത്രി കോട്ടയിൽ നിന്നിറങ്ങി വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ തങ്ങളുടെ ജീവനെയും കുടുംബത്തെയും സമ്പത്തിനെയും സംരക്ഷിച്ചു. ഹദ്റത്ത് അബൂ ലുബാബയുടെ സംഭവവും വിവരിക്കപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടകൾക്ക് നേരെ കാഠിന്യം ശക്തമാക്കി. അവർക്ക് ഉപരോധം അസഹനീയമായി. അപ്പോൾ അവർ സബത്തിന്റെ രാത്രി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സന്ദേശം അയച്ചു. അബൂ ലുബാബ അബ്ദുൽ മൻസറിനെ തങ്ങളുടെ അടുക്കലേക്ക് അയച്ചാലും ഞങ്ങൾ അദ്ദേഹവുമായി ഞങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കാം. അദ്ദേഹം ബനു ഖുറൈസയുടെ സഖ്യഗോത്രമായ ഔസിലെ ഒരു മാന്യദേഹമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അവർ ഹസ്രത്ത് അബൂ ലുബാബയെ കണ്ടപ്പോൾ പുരുഷന്മാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിനു മുന്നിൽ കരയുകയും ചെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അബൂ ലുബാബയുടെ മനസ്സ് വളരെ ആർദ്രമായി. ഇത് കഅബ് ബിൻ അസദ് ചെയ്ത ഒരു ഉപായമായിരുന്നു. കഅബ് ബിൻ അസദ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ മാത്രമാണ് തിരഞ്ഞെടുത്തത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും തന്റെ തീരുമാനം അംഗീകരിപ്പിക്കാതെ മറ്റൊന്നിനും തന്നെ തയ്യാറല്ല. നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങൾ അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കേണ്ടതുണ്ടോ? പറഞ്ഞു, അതെ. തന്റെ കൈ കൊണ്ട് കഴുത്തിൽ ഇറക്കുന്നത് പോലെ കാണിച്ചു. കഴുത്ത് തിരിച്ചു. ഹദ്റത്ത് അബൂ ലുബാബ പറയുന്നു, അള്ളാഹുവാണ് സത്യം, അതുവരെയും എന്റെ പാദങ്ങൾ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ വളരെ ലജ്ജിതരായി. ഞാനിത് എന്ത് ആംഗ്യമാണ് കാണിച്ചത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി ഞാൻ താഴേക്കിറങ്ങി. എന്റെ താടി കണ്ണീര് കൊണ്ട് കുതിർന്നിരുന്നു. ആളുകൾ ഞാൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കോട്ടയുടെ പിന്നിലൂടെ മറ്റൊരു വഴിയിലൂടെ മസ്ജിദിലെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയില്ല. ഞാൻ എന്നെ ശിക്ഷ എന്ന നിലയ്ക്ക് സ്വയം തൂണിൽ ബന്ധിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മരണപ്പെടുകയോ അതല്ലെങ്കിൽ എന്റെ പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതല്ല. ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ഉറച്ച ശപഥം ചെയ്തു, ഞാൻ ഒരിക്കലും ബനു ഖുറൈസയുടെ മണ്ണിൽ കാലുകുത്തുന്നതല്ല. ഞാൻ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിച്ച മണ്ണിലേക്ക് നോക്കുക പോലും ചെയ്യുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഞാൻ പോയതും എന്റെ പ്രവൃത്തിയും സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തെ ഒഴിവാക്കുക. അള്ളാഹു താൻ ഇച്ഛിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. അദ്ദേഹം എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാപപ്രതി തേടുമായിരുന്നു. അദ്ദേഹം എന്റെ അടുത്ത് വരാതെ പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ വിടുക. ഹദ്റത്ത് അബൂ ലുബാബ പറയുന്നു, ഞാൻ വളരെ പ്രയാസത്തിലായി. നിരവധി രാത്രികൾ ഞാൻ ഒന്നും കഴിക്കാതെ കിടന്നു, ഒന്നും കുടിച്ചില്ല. ഞാൻ ഇങ്ങനെ തന്നെ കഴിച്ചു കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ ലോകത്തോട് വിട പറയുകയോ അള്ളാഹു എന്റെ പ്രായശ്ചിത്തം സ്വീകരിക്കുകയോ ചെയ്തേക്കാം. ഞാൻ എൻ്റെ ഒരു സ്വപ്നം ഓർത്തു. ഞാൻ കാണുന്നത് ഞങ്ങൾ ബനു ഖുറൈസയെ വലയം ചെയ്തിരിക്കുന്നു. ഞാൻ വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു മണ്ണിലാണുള്ളത്. എനിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഞാൻ ആ ദുർഗന്ധം കാരണം മരണപ്പെടുമോ എന്ന് പോലും ശങ്കിച്ചു. പിന്നെ ഞാൻ ഒരു അരുവി കണ്ടു. ഞാൻ അതിൽ കുളിച്ചു. അങ്ങനെ ശുദ്ധമായി. പിന്നെ ഞാൻ നല്ല സുഗന്ധമാണ് അനുഭവിച്ചത്. ഞാൻ അതിന്റെ വ്യാഖ്യാനം ഹദ്റത്ത് അബൂബക്കറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്നതും പിന്നെ നിനക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതുമാണ്. ഞാൻ ഈ ബന്ധനസ്ഥനായ അവസ്ഥയിൽ ഹദ്റത്ത് അബൂബക്കറിന്റെ വാക്കുകൾ ഓർത്തു. എനിക്ക് വേണ്ടി പ്രായശ്ചിത്തം ഇറങ്ങുമെന്ന് കരുതി. അദ്ദേഹം പറയുന്നു, ഞാൻ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു. എത്രത്തോളം എന്നാൽ ക്ഷീണം കാരണം എന്റെ ശബ്ദം പോലും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. തൂണുമായി ബന്ധിതനായ അവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുന്നുണ്ടായിരുന്നു. ഇബ്നു ഹിശാം പറയുന്നു, അദ്ദേഹം 6 രാത്രികൾ അങ്ങനെ ബന്ധനാവസ്ഥയിൽ തുടർന്നു. അവസാനം അള്ളാഹു ഹസ്രത്ത് അബൂ ലുബാബയുടെ തോബയെ സംബന്ധിച്ച് ആയത്തിറക്കി. മറ്റ് ചിലരാകട്ടെ തങ്ങളുടെ പാപങ്ങൾ അംഗീകരിക്കുന്നവരാകുന്നു. അവർ സൽകൃത്യങ്ങളെയും മറ്റ് ദുഷ്കൃത്യങ്ങളെയും കൂട്ടിക്കലർത്തി അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അവരിലേക്ക് താമസിയാതെ തിരിഞ്ഞേക്കാം. തീർച്ചയായും അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും കൂടെ കരുണ ചെയ്യുന്നവനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുലർകാലത്ത് ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമ്മ സൽമയുടെ വീട്ടിലായിരുന്നു. ഹദ്റത്ത് ഉമ്മ സൽമ പറയുന്നു, ഞാൻ പുലർകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നതായി കണ്ടു. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹു അങ്ങയെ പുഞ്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിലനിർത്തുമാറാകട്ടെ. അങ്ങ് എന്തുകൊണ്ടാണ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ലുബാബയ്ക്ക് സ്വാർത്ഥയായിരിക്കട്ടെ. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന് ഈ വാർത്ത അറിയിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടില്ല?
ഈ സന്തോഷ വാർത്ത അറിയിക്കുകയാണെങ്കിൽ അറിയിച്ചുകൊള്ളുക. പിന്നെ അവർ തന്റെ മുറിയുടെ വാതിലരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂലുബാബ, സന്തോഷവാനായിരിക്കൂ, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ അഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അപ്പോൾ ഹദരത്ത് അബൂലുബാബ പറഞ്ഞു, വേണ്ട, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കെട്ടഴിക്കുന്നതാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാനിപ്പോൾ ബന്ധനാവസ്ഥയിലാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കെട്ടഴിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരത്തിന് മസ്ജിദിലെത്തിയപ്പോൾ തന്റെ വിശുദ്ധമായ കരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു. ഹസ്രത്ത് അബൂലുബാബ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ തൗബ എന്ന നിലയ്ക്ക് എന്റെ പാപമുണ്ടായ എന്റെ ജനതയിലുള്ള എന്റെ വീടുകളെ ഞാൻ ഉപേക്ഷിക്കുകയും എന്റെ എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിൽ സദഖ കൊടുക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂലുബാബ, 3 കൊടുത്താൽ മതി. ഏതായാലും അബൂലുബാബയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഈ സംഭവത്തിന്റെ വിശദീകരണങ്ങളൊന്നും തന്നെ സിഹാഉസിത്തയിൽ കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഹസ്രത്ത് അബൂലുബാബയുടെ ജനങ്ങളെ കൊന്നൊടുക്കാമെന്ന സൂചന കേവലം അദ്ദേഹത്തിന്റെ ഒരു വിചാരം മാത്രമായിരിക്കാം. ഏതായാലും ചരിത്ര പുസ്തകങ്ങളിൽ അത് സംബന്ധിച്ച് കാണുന്നുണ്ട്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അവസാനം ബനു ഖുറൈസയ്ക്ക് മേലുള്ള ഉപരോധം ശക്തമായി. അവർ പ്രയാസത്തിലായി. അവർ ഒരഭിപ്രായം മുന്നോട്ട് വെച്ചു. അവരുമായി ബന്ധമുള്ള ഏതെങ്കിലും മുസ്ലിമിനെ, അതായത് അദ്ദേഹത്തിന്റെ സൗമ്യത കാരണം അവരുടെ വലയിൽ വീഴാൻ സാധ്യതയുള്ള ഒരാളെ അവരുടെ കോട്ടകളിലേക്ക് വിളിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരെ സംബന്ധിച്ച് അഭിപ്രായം അറിയാമെന്നും അതിന്റെ വെളിച്ചത്തിൽ പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതുമാണ്. തുടർന്ന് അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ ഒരു സന്ദേശവാഹകനെ അയച്ചു. അബൂലുബാബ ബിൻ മൻസർ അൻസാരിയെ അവരുടെ കോട്ടകളിലേക്ക് അയക്കുന്നതിനെ അപേക്ഷിച്ചു. അദ്ദേഹവുമായി അവർ കൂടിയാലോചന നടത്താമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലുബാബയ്ക്ക് അനുമതി നൽകി. അദ്ദേഹം അവരുടെ കോട്ടകളിലേക്ക് പുറപ്പെട്ടു. അബൂലുബാബ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചതും എല്ലാ യഹൂദ സ്ത്രീകളും കുട്ടികളും കരഞ്ഞു വിലപിച്ച് അദ്ദേഹത്തിന് ചുറ്റും കൂടി തങ്ങളുടെ പ്രയാസത്തെയും കഷ്ടതയെയും സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കാമെന്ന് ബനു ഖുറൈസയിലെ മൂപ്പന്മാർ തീരുമാനമെടുത്തിരുന്നു. അബൂലുബാബയ്ക്ക് മേൽ അവരുടെ ഉപായമേറ്റു. അദ്ദേഹം കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവരുടെ പ്രയാസങ്ങളിൽ അസ്വസ്ഥനായി. ബനു ഖുറൈസക്കാർ ചോദിച്ചു, അബൂലുബാബ, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ കാണുന്നില്ലേ? ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമനുസരിച്ച് ഞങ്ങളുടെ കോട്ടകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണോ? അബൂലുബാബ പൊടുന്നനെ മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, അതെ, പക്ഷേ സ്വന്തം കഴുത്തുകളിൽ കത്തിവെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ചു. അതായത്, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കുന്നതിന് കൽപ്പന നൽകുന്നതാണ്. വാസ്തവത്തിൽ തികച്ചും തെറ്റായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള യാതൊരു ഉദ്ദേശവും പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവരുടെ പ്രയാസങ്ങൾ കണ്ട് അതിൽ സ്വാധീനിക്കപ്പെട്ടപ്പോൾ അബൂലുബാബയുടെ ചിന്ത അവരുടെ പ്രയാസങ്ങൾക്കനുസൃതമായി മരണത്തിന്റെ വക്കിലൂടെ പോകാതിരുന്നില്ല. അബൂലുബാബയുടെ തെറ്റായ സഹതാപം കാരണത്താൽ പിന്നീട് അദ്ദേഹത്തിന് ലജ്ജിക്കേണ്ടി വരികയും ചെയ്തു. ഈ ലജ്ജ കാരണം അദ്ദേഹം തന്നെ സ്വയമായി മസ്ജിദിന്റെ ഒരു തൂണിൽ കെട്ടിയിടുകയും ചെയ്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും സ്വയം പോയി കെട്ടുകൾ അഴിച്ചു മാറ്റുകയും ചെയ്തു. ഏതായിരുന്നാലും ഇത് ബനു ഖുറൈസയുടെ നാശത്തിന് ഹേതുവായി. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അംഗീകരിക്കുകയില്ലെന്ന ശാഠ്യത്തിൽ ഉറച്ചു നിന്നു. ഏതായാലും ഈ വിശദീകരണം തുടരുന്നതാണ്. പാകിസ്ഥാനിലെ അഹമ്മദികൾ സ്വന്തം നിലയ്ക്കും തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ അവർക്ക് ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നേരത്തേതിലുമധികം ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു വന്നതുപോലെ അവസ്ഥകൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹവും കരുണയും ചൊരിയുമാറാകട്ടെ. അതുപോലെ ലോകത്ത് വസിക്കുന്ന അഹമ്മദികളും പ്രത്യേകിച്ച് പാകിസ്ഥാനികളും പ്രത്യേകമായി തങ്ങളുടെ പാകിസ്ഥാനി സഹോദരന്മാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹുവരുടെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. അതുപോലെ ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവർ സ്വന്തം നിലയ്ക്കും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അവിടെയും അഹമ്മദികൾ ഒരുപാട് പ്രയാസത്തിലകപ്പെട്ടിരിക്കുന്നു. അൽ ജസീറയിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരെയും എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അവർക്ക് മേൽ പുഴ ചുമത്തിയും അവരെ ബന്ധനസ്ഥരാക്കുന്നു. അള്ളാഹു അവരുടെ വിശ്വാസം സുദൃഢമായി നിലനിർത്തുമാറാകട്ടെ. സ്വീഡനിലെ അഹമ്മദികളും അവിടെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം വളരെ മോശമായ അവസ്ഥയിലാണുള്ളത്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. എല്ലാ സ്ഥലത്തും കലിമ ചൊല്ലുന്ന ആളുകളുടെ കൈകൾ മുഖേനയാണ് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ
അമുസ്ലിം എതിരാളികൾ മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു ഇസ്രായേൽ സർക്കാരിന്റെയും അമേരിക്കൻ സർക്കാരിന്റെയും വലിയ ശക്തികളുടെയും കൈകൾ തടയുമാറാകട്ടെ. അവന്റെ കയ്യിലാണ് എല്ലാ ശക്തിയുമുള്ളത്. പക്ഷേ അതിനുവേണ്ടി മുസ്ലിങ്ങൾ തങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസൃതമാക്കേണ്ടതും അനിവാര്യമാണ്. പരസ്പരം സഹോദരന്മാർ എന്ന മാതൃക സ്ഥാപിക്കേണ്ടതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായ വാഗ്ദാനവും പൂർത്തിയാവുകയുള്ളൂ. അതുകൂടാതെ സാധ്യമല്ല. മുസ്ലിങ്ങൾക്കൊരു വിശ്വാസിയായി ജീവിക്കേണ്ടതായി വരും. അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.